ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് വോയിസ് പ്ലസ്. നമ്മളുടെ ചാനലിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡിയർ പ്രൊഫഷണറി ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സൂപ്പർ റൊമാൻറ്റിക് ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡാണ്. 4ാമത്തെ എപ്പിസോഡ് വരെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആദ്യം അതൊന്ന് പോയി കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. എന്നാലും നിങ്ങൾക്ക് കണ്ടിന്യൂവേഷൻ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ ഒട്ടും ടൈം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈർക്കത്തിൽ ലിനിന്റെ മേലൊക്കെ ഇങ്ങനെ തൊട്ടോണ്ടിരിക്കുകയല്ലേ സിയ. പെട്ടെന്നാണ് ലിന് ലേറ്റ് ഇടുന്നത്. ലേറ്റ് ഇടുമ്പോൾ തന്നെ അത് ലിന്നാണെന്ന് കണ്ട സിയ പെട്ടെന്ന് വായിൽ കൈ വെച്ച് അവിടെ നിന്ന് അയ്യോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട്. ലിന് സിയനോട് ചോദിക്കുകയാണ്, ഇപ്പൊ തൊട്ട് പൂതി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ആ ഡോറൊന്ന് അടിച്ചിട്ട് പുറത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവള് ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ട് അവള് നാണം കൊണ്ട് പുറത്തേക്ക് ഓടി പോകുന്നുണ്ട്. സിയ പോയി ഉറപ്പ് വരുത്തിയതിനു ശേഷം ലിൻ എപ്പോഴത്തും പോലെ ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട്. സിയക്ക് കുറച്ച് നാണക്കേടൊക്കെ ആയെങ്കിലും അവൾ പതുക്കെ പമ്മി ലിനിന്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ലിൻ എന്തോ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ലിനിന്റെ അടുത്ത് എന്നിട്ട് സിയ ചോദിക്കുകയാണ്, അതെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ലിൻ പറയാണ്, അത് നല്ല കാര്യമാണ്, സംസാരിച്ചോ എന്ന് പറയുന്നു. അപ്പൊ സിയ പറയാണ്, എപ്പോഴും വീട്ടിൽ തന്നെയല്ല ഫുഡ് കഴിക്കണേ, നമുക്കിന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ചാലോ, എനിക്ക് സൂപ്പർ ഡെലീഷ്യസ് ആയിട്ട് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം അറിയാം, നമുക്ക് അവിടേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ സിയക്ക് തന്നെ പെട്ടെന്ന് ആ മാനേജർ ഇല്ലേ ലിനിന്റെ, അയാൾ പറഞ്ഞ ഓർമ്മ വരാണ്. ലിനിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിന് ശേഷം അവൻ ഇതുവരെ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ടേ ഇല്ല, അവനക്ക് അറിയാത്ത സ്ഥലത്തേക്ക് പോകാനൊക്കെ ഇഷ്ടമല്ല എന്നാണ് ആ മാനേജർ സിയനോട് പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വരാണ്. അപ്പൊ തന്നെ അവൾ മനസ്സിൽ, ഓ സിയ നീ എന്ത് ടോക്കറ്റീവ് ആണ്, നിനക്കൊന്ന് വാ പോട്ട് ഇരുന്നൂടായിരുന്നോ എന്ന് വിചാരിച്ചിട്ട് ലിനിനോട് പറയാണ്, അല്ല ശരിക്കും ആക്ച്വലി നമുക്ക് വീട്ടിൽ തന്നെ ഫുഡ് കഴിക്കുന്നതല്ലേ നല്ലത്, എന്തിനാ വെറുതെ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കണേ, നമുക്ക് ഇവിടെ തന്നെ കഴിക്കാമല്ലേ എന്ന് പറയുമ്പോൾ ലിൻ ചിരിച്ചുകൊണ്ട് പറയണേ, സിയ എനിക്ക് എന്തേന്നറിയോ, നീ ഇത്രക്കും ഇഷ്ടം, നീ എല്ലാവരെക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ അത്രക്കും ഇഷ്ടമായിക്കണേ, നമുക്ക് എന്തായാലും പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പുറത്ത് പോയി ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ സിയക്ക് അറിയുന്ന ഒരു സൂപ്പർ ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലിൽ പോവാണ്. പക്ഷെ ലിനിന് ഒട്ടും കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തൊരു ശബ്ദമായത്, ഭയങ്കര പുകയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്, ഇവിടെ വൃത്തിയൊക്കെ ഉണ്ട്, ഇവിടെ നിന്ന് കഴിക്കണമെന്നിങ്ങനെ ബാബൂട്ട് ആദ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നീ ഒന്ന് മിണ്ടാണ്ടിരിക്കുമോ, ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പറ ഇഷ്ടമായോ ഇഷ്ടമായില്ലേന്ന്, ഇപ്പൊ ഒന്ന് മിണ്ടാണ്ടിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കാതെ, ഓ ഇവിടെ ഭയങ്കര സൗണ്ടാണ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, വേറെ എവിടെയെങ്കിലും കഴിച്ചാലോ എന്ന് പറയുമ്പോൾ തന്നെ സി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തപ്പോൾ വന്ന ഫുഡ് എടുത്തിട്ട് ലിൻ്റെ വായിൽ കുത്തി കയറ്റി വെച്ചിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ലിന് കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പൊ സി എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേറൊരു ഫുഡും കൂടി എടുത്തിട്ട് പറയാണ്, ഇവിടത്തെ മാസ്റ്റർ പീസ് ഇതൊന്ന് കഴിച്ചു നോക്കിയേ, ഇത് എന്തായാലും ഇഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് ലിനിന്റെ വായിൽ വെച്ചെടുക്കുകയാണ്. ലിൻ അത് കഴിച്ചിട്ട് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സിയക്കും ഭയങ്കര സന്തോഷമാവാണ്. അവരങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിയ പെട്ടെന്ന് എല്ലാ ഫുഡും എടുത്തിട്ട് വാരി കൊടുത്തോണ്ടിരിക്കുകയാണ്. അവന്റെ വായിൽ വെച്ചു കൊടുത്തപ്പോ പെട്ടെന്ന് ലിന് അത് കടിച്ചത് ലിനിന്റെ ചുണ്ട് സിയയുടെ കൈകളിലായിട്ട് തട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ അവൾക്ക് ഫീലിങ്സ് അടിക്കുകയാണ്. അവൾ എന്തോ ഒക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് അവൾ തന്നെ അവളെ വഴി തിരിച്ചു വിടാണ്. സിയ നീ എന്തൊക്കെ വിചാരിക്കണേ, നിന്റെ ബോസായിവൻ, ഇതിനെ കുറിച്ച് അങ്ങനെ ഒന്നും വിചാരിക്കാൻ പാടില്ല, മൈൻഡ് കാമായിട്ട് വാന്ന് അവളെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് ആ ഹോട്ടലിൽ തന്നെ ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഒരാൾ. അയാളെ കണ്ടാൽ തന്നെ എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ട്. അപ്പൊ അയാൾക്ക് മനസ്സിലാവാണ് ഇവരെ പെരുമാറ്റത്തിൽ നിന്ന് ലിന്നിന് കണ്ണ് കാണത്തില്ല എന്ന്. അങ്ങനെ അവരിങ്ങനെ വഴി കൂടെ നടന്നു പോകുമ്പോൾ ഈ നോക്കി നേർന്ന ആളില്ലേ, അയാൾ വന്നിട്ട് സിയുടെ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടാൻ നോക്കാണ്. അവൻക്ക് മനസ്സിലായില്ലേ ലിന്നിന് കണ്ണ് കാണത്തില്ല എന്ന്. അപ്പൊ നല്ലൊരു ചാൻസ് എന്ന് വിചാരിച്ചിട്ട് അവളുടെ പേഴ്സ് തട്ടിപ്പറിച്ച് ഓടാനായിരുന്നു അയാളുടെ വിചാരം കേട്ടോ. അപ്പൊ അയാൾ ഒരു കള്ളനായിരുന്നു. അങ്ങനെ സിയുടെ പേഴ്സ് തട്ടിപ്പറിക്കുന്നുണ്ടെങ്കിലും ലിന്നു അത് വിട്ടുകൊടുക്കുന്നില്ല. സിയെ അത് മുറുകെ പിടിക്കുകയാണ്. അപ്പൊ ആ കള്ളൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കത്തി എടുത്തിട്ട് ഇങ്ങനെ വരയാണ്. കത്തി കണ്ടതും ലിന്നിനെ പിടിച്ചുകൊണ്ട് സി അവിടെ നിന്ന് ഓടിപ്പോവാണ് ബാഗ് വിട്ടുകൊടുത്തിട്ട്. അങ്ങനെ ലിന്നിനെ രക്ഷിച്ച സന്തോഷത്തില് അവനിങ്ങനെ ഒന്നും പറ്റിയില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സിയ പെട്ടെന്ന് തലറിഞ്ഞ് ലിന്നിന്റെ മേത്തേക്ക് വീഴുന്നുണ്ട്. ലിൻ അപ്പൊ സിയ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവളുടെ കയ്യിൽ ഒരു മുറിവുണ്ടായിട്ടുണ്ടായിരുന്നു. ആ കള്ളന് കത്തി എടുത്തപ്പോ സിയുടെ കൈ പെട്ടെന്ന് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ലിന്നിന് അറിയില്ലായിരുന്നു കേട്ടോ.
അവിടെ ഫിംഗർ ചെയ്ത് പിന്നെ കാണിക്കുന്നത് ലിൻ അവൻ്റെ ഓഫീസിലിരിക്കുകയാണ്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഫാൻ ബോയ് വന്നിട്ട് ഇവൻ ഇങ്ങനെ വർത്താനം പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. ഫാൻ ബോയിനെ കാണുമ്പോൾ തന്നെ ലിൻ ഒരു ഇഷ്ടമില്ലാത്ത പോലൊക്കെ വർത്താനം പറയുന്നത്. അപ്പോൾ ഫാൻ ബോയ് പറയാണ്, നിനക്ക് 2 ന്യൂസാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, ഒന്ന് ബാഡ് ന്യൂസും ഒന്ന് ഗുഡ് ന്യൂസുമാണ്, ഏതാ നിനക്ക് അറിയണ്ടെന്ന് ചോദിക്കുമ്പോൾ ലിൻ പറയാണ് ഫസ്റ്റ് ബാഡ് ന്യൂസ് പറയാണ്. അപ്പോൾ പറയാണ്, ഇന്നലെ നിന്റെ ഫിനാൻസി എൻ്റെ അടുത്തേക്ക് വന്നായിരുന്നു, സിയാവിനെ നിന്റെ അടുത്തുനിന്ന് മാറ്റാനായിട്ട് എന്തെങ്കിലും വഴി പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത് നീ തന്നെ പറ എന്ന് പറയുമ്പോൾ ലിൻ പറയാണ്, നീ എന്തെങ്കിലും ചെയ്യും, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം എന്താ, ഗുഡ് ന്യൂസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഗുഡ് ന്യൂസ് എന്താ, ഞാനിവിടെ വന്നു, അത് ഏറ്റവും വലിയ ഗുഡ് ന്യൂസ് അല്ലേ, നിനക്കെന്താ അത് അനുഭവപ്പെടുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവനിങ്ങനെ കോമഡി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഫാൻ ബോയ് പറയാണ്, എല്ലാ ഗേൾസ് എന്താണ് ഇത് നിന്റെ പിന്നാലെ നടക്കണം, ഓ എത്ര പെൺപിള്ളേരാ നിന്റെ പിന്നാലെ നടക്കാൻ, ഒരു പെൺപിള്ളേരെ വളർത്തണമെന്നുണ്ടെങ്കിൽ അവളെ വെറുതെ ഒന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടി മോഹിപ്പിക്കണം ഫസ്റ്റ് തന്നെ എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് ലിനിന്. പക്ഷെ അവന്റെ ഉപദേശം ഒന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ നിന്നെ പോലെയല്ല, എനിക്ക് ഇത്തിരി മാനേഴ്സ് ഒക്കെ ഉണ്ട്. ഫാൻ ബോയ് പറയാണ്, നീ എന്തായാലും നല്ല കുട്ടിയാണ്, നിനക്ക് എന്തായാലും നന്നായി ഇത് ചെയ്തു, നീ അവളെ തന്നെ നോക്കുന്നത് നല്ലതെന്നൊക്കെ ഫാൻ ബോയ് പറയുന്നുണ്ടെങ്കിലും ലിൻ അതിനൊന്നും മറുപടി കൊടുക്കാതെ നീ ഒന്ന് പോയി തരോ, എന്തൊരു ഡിസ്റ്റർബൻസ് ആണെന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പറഞ്ഞയക്കാണ്. എന്നിട്ട് ലിൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി സിയയുടെ കൈ മുറിഞ്ഞപ്പോൾ ലിന് സിയനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, അങ്ങനെ അവളെ അഡ്മിറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അങ്ങനെ തിരിച്ച് വാക്കൊക്കെ കഴിഞ്ഞ് ലിൻ വീട്ടിലെത്തി അവന്റെ മനസ്സിൽ ആ ഫാൻ ബോയ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ കിടക്കാണ്, എന്താണ് ഒരു പെണ്ണിനെ മോഹിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞത്. ആ ടൈമിൽ ലിന്നിന് എന്തോ ഒരു മനസാന്തരം വന്നിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പച്ചക്കറികൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സിയയുടെ അടുത്ത് പോയിട്ട് അവന്റെ ഷർട്ടൊക്കെ അയച്ചിട്ട് അവളുടെ അടുത്തായിട്ട് നിൽക്കുന്നുണ്ട്. സിയാണെന്ന് വെച്ചാൽ ഇത് കണ്ടതും സിയ നോക്കല്ലേ നീ നോക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവന്റെ മുഖത്തേക്ക് തന്നെയാണ് അവള് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലിന്നാണെന്ന് വെച്ചാൽ അവളെ കാണിക്കാൻ വേണ്ടി തന്നെ ഷർട്ടിന്റെ ഹുക്ക് ഊരി അവളുടെ അടുത്ത് വന്ന് നിൽക്കാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ലിന്നിന് എന്തോ ഭയങ്കരമായിട്ട് തലവേദന എടുത്തിട്ട് അവൻ തലക്കും കൈവച്ച് അവിടെ സോഫയിൽ ഇരിക്കുന്ന കണ്ടിട്ട് നമ്മുടെ സിയ എടുത്ത് പോയിരുന്നിട്ട് എന്തൊക്കെ തലവേദന ആണോ എന്നൊക്കെ പറഞ്ഞ് അവന്റെ നെറ്റിയില് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവനക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടാൻ അവളുടെ ഓരോ പ്രവൃത്തികളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവൻ തന്നെ ഇങ്ങനെ എന്തോ ഒരു സന്തോഷത്തോടുകൂടി അവൻ അവിടെ നിന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് സിയക്ക് കോൾ വരുന്നത്. അപ്പൊ ലിന്നിനെ അവിടെ ഇരുത്തിക്കൊണ്ട് അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സിയയുടെ ആ ബോയ് ഫ്രണ്ട് ആയിരുന്നു, ആ 3 ഫ്രണ്ട്സിലെ ആ ബോയ് ഫ്രണ്ട്. അവൻ വിളിച്ചിട്ട് പറയാണ്, സിയ നിനക്ക് എന്താ പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്താ നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിയ പറയാണ്, എനിക്കെന്താ കുഴപ്പം, എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുമ്പോൾ അവളുടെ ആ ബോയ് ഫ്രണ്ട് പറയാണ്, ഓ നിനക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ, നിന്റെ അച്ഛനിപ്പം ഇങ്ങോട്ട് വന്നിരുന്നു, നിനക്ക് വയ്യാന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പൊ സിയ പറയാണ്, നിന്റെ കയ്യിൽ നിന്ന് എത്ര പൈസ വാങ്ങിക്കൊണ്ടുപോയി എന്ന് വെച്ചാൽ പറ, ഞാനത് നിനക്ക് ചെയ്തു തരാം എന്ന് പറയുന്നു. അങ്ങനെ ആകെ തലവേദന ആവണ് സിയക്ക് അവളുടെ അച്ഛൻ്റെ കാര്യം വെച്ചിട്ട്. അപ്പൊ അവള് നേരെ അവളുടെ വീട്ടിലേക്ക് പോയിട്ട് അച്ഛനെ കുറെ ചീത്ത പറയുന്നുണ്ട്, നിങ്ങൾ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കൂടി പറ്റുന്നില്ല, എല്ലായിടത്തുനിന്നും കടം വാങ്ങിയേക്കാം, നിങ്ങൾ എന്തിനാ എൻ്റെ പേരും പറഞ്ഞ് കടം വാങ്ങാൻ നിൽക്കുന്നത്, എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും സഹിക്കണ്ടായിരുന്നു, അമ്മ വേഗം അസുഖം മാറി വന്നിരുന്നെങ്കിൽ സമാധാനമായെന്ന് ഒക്കെ സിയ അവളുടെ അച്ഛനെ നോക്കിയിട്ട് പറയുന്നുണ്ട്. അച്ഛൻ അവളെ ഭയങ്കരമായിട്ട് പുച്ഛിക്കാണ്. പിന്നെ നിന്നുണ്ടാക്കിയത് എന്തിനാ, പൈസ കൊണ്ട് തരാൻ തന്നെ, എനിക്ക് വേണ്ടപ്പോൾ നീ പൈസ തന്നേ പറ്റൂന്ന് അച്ഛൻ ഭയങ്കര അഹങ്കാരത്തോടുകൂടി തന്നെ പറയാം. അവൾ അങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ ആ വിഷമത്തില് അവളൊരു പബ്ബിൽ പോയിട്ട് ഭയങ്കരമായിട്ട് കുടിക്കുന്നുണ്ട്. കുടിച്ച് അവൾക്ക് ഒരു ഓർമ്മയില്ല, വർത്തമാനം പറയുന്ന തന്നെ തിരിയുന്നില്ല. ആ സെയിം ക്ലബിൽ തന്നെ നമ്മുടെ ഫാൻ ബോയ് ഉണ്ടായിരുന്നു. ഫാൻ ബോയ് സിയനെ കാണുന്നുണ്ടെങ്കിലും എന്തായാലും ലിൻ പറഞ്ഞിട്ടുള്ളതാ ഇനി അവളെ മൈൻഡ് ചെയ്യാൻ നിൽക്കരുതെന്ന്, അതുകൊണ്ട് നമ്മുടെ കാര്യം നമുക്ക് നോക്കാന്ന് പറഞ്ഞ് അവൻ കുറെ ഗേൾസിന് ഇങ്ങനെ വളയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് പെട്ടെന്ന് സിയുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് കുടിച്ച ഒരാൾ തന്നെ വന്നിട്ട് അവളിങ്ങനെ തൊട്ടും പിടിച്ച് നിൽക്കുന്ന കണ്ടപ്പോ നമ്മുടെ ഫാൻ ബോയ്, ഓ ഇനി ഇത് നോക്കിന്നാ ശരിയാവില്ല, അവളെ വേഗം വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കാം എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് പോയിട്ട് അവളെ ശല്യം ചെയ്തിരുന്ന ആണിനെ തട്ടി മാറ്റിയിട്ട്, സിയ നീ എന്താ ഇവിടെ എന്തിനെങ്ങനെ കുടിക്കുന്നതെന്ന് ചോദിച്ച് അവളെ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവൻ ഓറഞ്ചിനെ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വേണ്ട, ഇവിടെയാണ് ഞാനെന്ന് പറഞ്ഞാല് ഓറഞ്ച് ചിലപ്പോ എന്നോട് ദേഷ്യമാവും, എന്തായാലും ലിന്നിന്റെ അടുത്തേക്ക് ഇവളെ കൊണ്ടുവന്നാക്കാന്ന് വിചാരിച്ചിട്ട് ബോയ് സിയനെ എടുത്തോണ്ട് ലിന്നിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ലിന്നിന്റെ അടുത്തിട്ട് സിയൻ ആക്കിയിട്ട് പറയാണ്, അതെ ഇത് ഞാൻ കരുതി കൂട്ടിയൊന്നും ഇവളെ കൊണ്ടുപോയി കുടിപ്പിച്ചല്ലാട്ടാ, കോയിൻസിഡൻസ് ആയിട്ട് പെട്ടെന്ന് കണ്ട് ഞങ്ങൾ കണ്ടുകൂട്ടിയതാ, എന്തായാലും എനിക്കിപ്പോ തിരക്കുണ്ട്, ഞാൻ എന്തായാലും പോട്ടേട്ടാന്ന് പറഞ്ഞ് സിയനെ ലിന്നിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഫാൻ ബോയ് അവിടെ നിന്ന് പോവാണ്. പിന്നെയാണെന്ന് വെച്ചാൽ സിയ കുടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവളൊരു ടാബ്ലിൽ കൊണ്ട് കിടത്തിയിട്ട് അവളുടെ നെറ്റത്തായിട്ട് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന 6ാമത്തെ എപ്പിസോഡാണ്. അപ്പൊ അത് വരുന്നവരെക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.